ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെന്റിന്റെ വലയിലാണ്. തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ്. അപ്പൊ ഇതൊരു ഒരു തട്ടിപ്പാണ്. ഇത് തട്ടിപ്പാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നു. ഇതൊരു മിനി ബഡ്ജറ്റ് പോലെ ഉണ്ട്. എന്താണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കാതിരുന്നത്? ബഡ്ജറ്റ് തലയിൽ ആളുകളുടെ തലയിൽ നികുതി അടിച്ചേൽപ്പിക്കായത്. ഇപ്പൊ ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഹസനമാണ്. ഇത് വലിയ ഗൗരവത്തിലോട് ജനങ്ങൾ എടുക്കില്ല. ആശാ വർക്കർമാരുടെ ഇത്ര ഒരു ക്രൂരത വേണ്ടായിരുന്നു. അവർ കുറെ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇത് കൊടുക്കാനുള്ള ബാധ്യത തങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയത്. ഈ കാർഷിക മേഖലയിലുമൊക്കെ വലിയ തോതിൽ താങ്ങുവില കൂടിയുണ്ട്. അല്ല, ഈ നേരത്തെ പ്രഖ്യാപിച്ച ആനുകൂല്യം തന്നെ ഇപ്പൊ കൊടുക്കുന്നില്ലല്ലോ. ഇടുക്കി പാക്കേജ് 14,000 ഒന്നും കൊടുത്തില്ല. ഇടുക്കി പാക്കേജ് 14,000 കോടിയാ പ്രഖ്യാപിച്ചത്. എന്തുകൊല്ലം കൊടുത്തോ? തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ച് 10,000 കോടി ആർക്കെങ്കിലും കൊടുത്തോ? വയനാട് പാക്കേജ് പ്രഖ്യാപിച്ച് ആർക്കെങ്കിലും കൊടുത്തോ? അപ്പൊ ഈ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. തന്നെ അവർക്കറിയാം, കേരള മുഖ്യമന്ത്രിക്ക് അറിയാം ഇതൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെന്റ് ആണെന്ന്. ഇപ്പൊ തനിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. ജനങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പ്രഖ്യാപനം.